നമുക്ക് പോയി ചെടിക്ക് വളം അടിച്ചാലാ. കുറച്ച് ദിവസമായി മഴയും കാറ്റൊക്കെ ആയിരുന്നു, ഞാൻ വളം ഒന്നും കൊടുക്കണ്ടായില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കൊടുക്കണം? ഫിഷ് അമിനോ ആസിഡ് ഉണ്ട്, എഗ് അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. വാ, എഗ് അമിനോ ആസിഡ് കൊടുത്തെങ്കിലോ അത് ഫിഷ് അമിനോ ഏത് വേണം? ഫിഷ് അമിനോ കൊടുക്കാം. അപ്പം ഞാൻ ഫിഷ് അമിനോ ആസിഡ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കൂടി ഇത്തിരി എഗ് അമിനോ ആസിഡും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ച് വെക്കാം കേട്ടോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു 8 മില്ലി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 5 ലിറ്റർ വെള്ളത്തിനാണ് 8 മില്ലി എടുത്താക്കണത്. ഇനി അത്രയും തന്നെ ഞാൻ എഗ് അമിനോ ആസിഡ് എടുക്കില്ല, കുറച്ചെടുക്കുകയുള്ളൂ. കാണിച്ചു തരാം ഗ്യാസ്. അപ്പം ഞാനൊരു 5 മില്ലിയ എഗ് അമിനോ ആസിഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടരുത്, ചെടി കരിഞ്ഞു പോകട്ടെ. രണ്ടും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യണത്. അപ്പോൾ 5 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഞാൻ എടുക്കും എന്തായാലും. അപ്പോൾ നമുക്ക് പോയി അടിച്ചാലോ വരൂ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യണതിന് മുമ്പ് ചെടി നല്ലോണം വെള്ളം കൊണ്ട് നനക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെടിക്ക് നല്ലോണം നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിക്കാഞ്ഞതാണ്. കുറേ വീഡിയോ ലെങ്തായി പോവല്ല. അപ്പോൾ അതാണ് കേട്ടോ ഗൈസ്. നമുക്ക് അപ്പോൾ ഇതിൽ കൂടെ വെള്ളം കൂട്ടി കൊടുക്കാം കേട്ടോ. 5 ലിറ്റർ വെള്ളം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ആയിക്കോളൂ. അല്ലേ, നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ആരംഭിച്ചാലോ? ഇതേപോലെ നമുക്ക് ചെടിയുടെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട, ചെടിക്കൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, ഇത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് അടിച്ചാലില്ലേ ഗേസ്, നല്ലോണം പൂവിടും കേട്ടോ. ഞങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മണ്ടല്ല, ഈ ഓർക്കിഡിന് മാത്രമല്ല, നമുക്ക് എല്ലാത്തിനും കൊടുക്കാട്ടെ. പച്ചക്കറിക്കൊക്കെ ഇതേപോലെ കൊടുത്താലില്ലേ ഇഷ്ടംമാതിരി സാധനങ്ങൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയണല്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കിക്കോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയണത്. ചിലപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ പാടുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ അറിവ് എല്ലാവരോടും പറയണതാണ് കേട്ടോ. അപ്പം അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഗെയ്സ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് പച്ചക്കറിയൊക്കെ നമുക്ക് വിഷാംശമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിക്കൂടെ? നമ്മുടെ വീട്ടിലേ നമ്മൾ എന്തോരം സമയം വെറുതെ പാഴാക്കി കളയണം ഗൈസ്. നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാട്ടോ. ഞാൻ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കാനും ഒക്കെ ഉണ്ടാവും. എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഗൈസ്, സത്യം ഞാൻ പറയാം. പക്ഷെ ഞാൻ അതൊന്നും ഏത് നേരം ഓർത്ത് വിഷമിക്കാറില്ല. എന്ത് കാര്യം വന്നോടത്ത് വെച്ച് ഗൈസ്, അത്രേ ആലോചിക്കാറുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ എല്ലാ നേരവും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചെടിക്കൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഈ മഴയില്ലാത്ത നേരത്തെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, ചെടിയൊക്കെ വേഗം ഇത് വലിച്ചെടുത്തോളൂ കേട്ടോ. വേണ്ട, ഇനി ഇതുമേ കൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധനം ഈ ചെടി മുഴുവൻ നശിപ്പിച്ചോളൂ. ഈ ലീഫൊക്കെ ഉണ്ടല്ലോ വന്ന് കൂമ്പൊക്കെ ഈ തണ്ടൊക്കെ ഇരുന്ന് തുളച്ച് ഭരണി പോലെയാക്കി കളയും ഗൈസ്. അങ്ങനെയുണ്ട് ഒച്ചിനെയും കൊണ്ട്. അങ്ങനത്തെ ഒരു മേലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ വരുന്നത് വരെ. അപ്പോൾ ഞാനിത് കാണിച്ചു തന്നെയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്കപ്പോൾ ഉപകാരപ്പെടുമല്ലോ എന്നോർത്താണ്. വെയിലായി ഗൈസ്. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത്രയും നേരവും. അപ്പോൾ ഈ പൂവാണ്ട കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് ഗൈസ്. നല്ല സുന്ദരിയല്ലേ, കാറ്റിലിയ റാണി എന്നും പറഞ്ഞ്. അതിൻ്റെ മുട്ട് നോക്കി കണ്ട, നമ്മ ഇങ്ങനത്തെ മുട്ട് നോക്കി കണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ വളം കൊടുത്താലില്ലേ ഇഷ്ടംമാതിരി പൂവുണ്ടാവും. നമുക്ക് ചെടിയുമേക്ക് ഇഷ്ടംമാതിരി പൂവുണ്ടാവും. തൈകൾ ഒരുപാടുണ്ടാവും. അതായത് ഈ ഫിഷ് അമിനോ ആസിഡൊക്കെ ഒഴിച്ചാൽ അതേ ഇതുണ്ട്. ഇത് കുഞ്ഞു തൈയൊക്കെ നോക്കി, ഇത് അതുമല്ല ഉണ്ടാ മുട്ട് വന്നത്. ഏത് കുഞ്ഞു തൈ വന്നാലും അതുമല്ല നമ്മൾ ഈ വളം കൊടുത്താൽ നല്ലോണം പൂവുണ്ടാവും കേട്ടോ. പൂവുമുണ്ടാകും, തൈകൾ ഒരുപാടുണ്ടാകും ഗൈസ്. അത് നമുക്ക് ഇന്ന ചെടിക്കുന്നില്ല കേട്ടോ, എല്ലാത്തിനും കൊടുക്കാം. ഏത് ചെടിക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓർക്കിഡിനൊന്നല്ല, ഞാൻ എല്ലാ ചെടിക്കും കൊടുക്കാറുണ്ട്. ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഞാൻ കൊടുക്കും ഗൈസ്.
അപ്പോൾ നിങ്ങൾക്ക് ഇനി മുഷിയില്ലേ. അത് കാരണം ഞാൻ ഈ വീഡിയോ ഇത്രയും ഇതേപോലെ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. എല്ലാത്തിനും നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുക. കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഒരു ചെടി കായ്ക്കാറായി അല്ലെങ്കിൽ പൂക്കാറായി നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഈ വളം കൊടുത്താലുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സാധനം നമുക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം. പിന്നെ കീടങ്ങൾ കുറവായിരിക്കും. ഫിഷമിനോസിറ്റൊക്കെ കൊടുക്കുമ്പോൾ കീടങ്ങൾ കുറവായിരിക്കും കേട്ടോ ഗൈസ്. വേണമെങ്കിൽ കീടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു കുടം വെളുത്തുള്ളി ചതച്ചിട്ട് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ നീരും കൂടി നമ്മൾ ഇതിനകത്തേ കൂടെ മിക്സ് ചെയ്തിട്ട്, കുറച്ചാണ് കേട്ടോ, അധികമല്ല, കുറച്ച് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്താലുണ്ടല്ലോ ആ പ്രാണികളും വരില്ല, നമ്മുടെ ചെടികളൊന്നും കളയുമില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇത്രയും മതിയില്ലേ ഗൈസ്. നിങ്ങൾക്ക് മുഷിച്ചില്ലുണ്ടാവണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. എനിക്ക് മുഷിച്ചില്ല നിങ്ങളോട് പറയാം. പക്ഷേ ചിലരിക്കും നമുക്കത് കേൾക്കുമ്പോൾ കുറേ നേരമായില്ല എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്തായാലും കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്.